ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എണ്ണ ഒട്ടും കുടിക്കാതെ നല്ല ബോൾ പോലെ പൊന്തി വരുന്ന പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പൂരി ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അത് എണ്ണ നല്ലപോലെ കുടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ പൊങ്ങി വരാത്തതായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വീട്ടിലെ ആളെണ്ണം അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഞാനിപ്പം 3 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റവ കൂടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ പൂരി കുറേ സമയം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്നില്ല, റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്താൽ മതി. ഇതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. എണ്ണ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഡോ നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചപ്പാത്തി കൂട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല നമുക്കിതിനായിട്ട് വേണ്ടത്, കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർക്കണം, ആദ്യമേ ഒരുപാട് ചേർക്കാതെ. അതുപോലെ ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലവർ ചെറു ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ച് കുറച്ചായി ചേർത്ത് ഞാനിവിടെ കൂട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു 2 കപ്പ് അളവ് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ വെള്ളം ഒരിക്കലും ആദ്യമേ ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് സെമി സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പൂരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കണം. പൂരീൻ്റെ കൂട്ട് സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ശരിക്കും പൊന്തി വരണമെന്നുമില്ല. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടൊരിക്കലും സോഫ്റ്റ് ആയിട്ട് ഇരിക്കരുത്, സെമി സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് ഡോ നീഡ് ചെയ്തെടുത്തതിന് ശേഷം കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് നമുക്കൊന്ന് മയപ്പെടുത്തി എടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും. ഈ ഒരു രീതി നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഡോ നീഡ് ചെയ്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൂട്ട് നല്ല മയപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. സെമി സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് സോഫ്റ്റ് ആവരുത്. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് സോഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/4 കപ്പ് അളവ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പുറമെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കൂട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 15 മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള കറിയൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കൂട്ട് 30 മിനിറ്റ് നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. സോഫ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് വെള്ളമൊഴിച്ച് സോഫ്റ്റാക്കി എന്നല്ല കേട്ടോ, നീഡ് ചെയ്തിട്ട് സോഫ്റ്റാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. എത്ര വലുപ്പത്തിലുള്ള ഉരുളകളാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുക്കാറ്. അത് നിങ്ങൾക്ക് പൂരി എത്ര വലുപ്പത്തിലാണോ ഇഷ്ടം ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 15 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൂട്ട് ഒരിക്കലും തുറന്ന് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തുറന്ന് വെക്കുമ്പോൾ അത് പുറമേ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് ഇനി നമ്മൾ പരത്തിയെടുക്കാനാണ് പോകുന്നത്. പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. കാരണം നമ്മൾ പുറമേ എണ്ണ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഇത് കൂട്ടുണ്ടാക്കുമ്പോഴും എണ്ണ ഒഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണേൻ്റെ ആ ഒരു പറ്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരെണ്ണത്തിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കാതിരിക്കുക, ഒരു മീഡിയം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കനം കുറച്ച് പരത്തിയാലും നമ്മളുടെ പൂരി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിയിട്ട് പൊങ്ങി വരാതിരിക്കും. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം. അതുപോലെ ഈ ഒരു പരത്തി വെച്ച കൂട്ടും ഒരിക്കലും തുറന്ന് വെക്കാതിരിക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചോ അടച്ചു വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എണ്ണ നല്ലപോലെ ചൂടായെങ്കിൽ മാത്രമേ പൂരിയിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ
പൊങ്ങി വരുള്ളൂ. അതുപോലെ പൂരി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പൂരി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ശരിക്കും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വെള്ളത്തിൻ്റെ ആ ഒരു അളവ്. നമ്മൾ ഒരിക്കലും കൂടുതലായിട്ട് വെള്ളം ചേർത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ പരത്തിയെടുക്കുമ്പോൾ ഉള്ള കനം അത് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ എണ്ണയുടെ ചൂട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ചൂട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഓരോ പൂരികളായിട്ടും ചുട്ടെടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു കൂട്ട് ഉണ്ടാക്കുമ്പോൾ റവ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു പൊങ്ങി വന്നത് കുറേ സമയത്തേക്ക് അതുപോലെ തന്നെ നിൽക്കും. സാധാരണ പൂരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് കോരിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിങ്ങനെ വാടി വന്ന പോലെ ഉണ്ടാകും. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറേ നേരത്തേക്ക് ഇത് ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് എന്തായാലും പൂരി ഉണ്ടാക്കി നോക്കൂ. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നല്ല പൊങ്ങി വരികയും ചെയ്യും. ഒരു പൂരി പോലും പൊന്തി വരാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വേറെ കുറേ സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.